മൈ ഡിയർ NIOS 10ാം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥികളെ നിങ്ങൾ എവരെയും ഒരിക്കൽ കൂടി PVN ഗ്ലോബലിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നമുക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള 14ാമത്തെ പാഠമാണ്. നിങ്ങൾക്കറിയാം നമ്മുടെ NIOS പരീക്ഷാ സിസ്റ്റമൊക്കെ മാറ്റിയിട്ടുണ്ട്, പരീക്ഷാ രീതികളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഏതാണ്ട് 50% മാർക്കോളം നമുക്ക് ഒബ്ജക്റ്റീവ് മോഡലാണ്. അതായത് ഏതാണ്ട് പാഠത്തിനെക്കുറിച്ചൊക്കെ ഐഡിയകളുണ്ടെങ്കിൽ നമുക്ക് ബ്രാക്കറ്റിൽ തിരഞ്ഞെടുത്ത് എഴുതാനും അങ്ങനെ ഒബ്ജക്റ്റീവായിട്ടുള്ള ചോദ്യങ്ങളാണുള്ളത്. ബാക്കിയുള്ള 50% നിന്നാണ് നമുക്ക് ചോദ്യം ക്വസ്റ്റ്യൻ ആൻസറൊക്കെ എഴുതാനൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പാഠങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ ചോദ്യങ്ങൾ നമ്മൾ പാഠം വ്യക്തമായി ഉണ്ടെങ്കിൽ നമുക്കതിനെക്കുറിച്ച് നമുക്ക് ഈ 14ാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്, നിങ്ങൾ കേട്ടിട്ടുണ്ട് മഹാത്മാഗാന്ധിയുടെ, നമ്മുടെ രാഷ്ട്രപിതാവായിരിക്കുന്ന മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ നിന്ന് അദ്ദേഹം എഴുതിയതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ചെറിയ ഭാഗമാണ് സ്റ്റീലിംഗ് ആൻഡ് അറ്റോൺമെൻറ്റ് എന്ന് പറഞ്ഞ പാഠം. നിങ്ങൾ ഈ വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അടുത്തൊരു നോട്ട്ബുക്കൊക്കെ കീപ്പ് ചെയ്യുക. ഞാൻ പറയുന്ന അർത്ഥങ്ങളൊക്കെ നിങ്ങൾ അതിൽ എഴുതിയിടുക. ഇനി ഒരു വട്ടം പറയുമ്പോൾ സ്പീഡിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ അതെന്ത് ചെയ്യണം വെച്ചാൽ അടുത്ത് വീണ്ടും കൂടെ കേട്ടതിന് ശേഷം നിങ്ങൾ അർത്ഥങ്ങളൊക്കെ സാവധാനം എഴുതിയെടുക്കുക. കാരണം നമുക്ക് ഇനി പരീക്ഷകൾക്ക് ഏതാനും കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പാഠം നിങ്ങൾക്ക് വ്യക്തമായിട്ട്, പാഠം എപ്പോഴും നമ്മൾ തറവാക്കണം. പാഠം തറവാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ എവിടെ നിന്നാണ് ചോദ്യം വരുന്നത് നമുക്ക് മനസ്സിലാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കതിൻ്റെ ഇൻട്രൊഡക്ഷൻ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് മുന്നിലെടുത്ത് വയ്ക്കുക. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാതെ ഒരിക്കലും ഈ വീഡിയോ കേട്ടുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് മുമ്പിൽ വെക്കണം. റെഡിയല്ല, നിങ്ങളെല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. മാത്രമല്ല ഈ വീഡിയോ കേട്ടതിന് ശേഷം നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങൾ എന്ത് തന്നെയായാലും പോസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുക. പിന്നെ പരമാവധി വീഡിയോ മറ്റുള്ള NIOS വിദ്യാർത്ഥികൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ബെൽ ബട്ടണൊക്കെ അമർത്തുക. എന്തിനാണെന്ന് നിങ്ങൾക്കറിയാം, അത് നിങ്ങൾ വാച്ച് അവർ കിട്ടാതിനൊന്നുമല്ല, പരമാവധി ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ട്. നിങ്ങൾ PVN ഗ്ലോബൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ NIOSൻ്റെ എല്ലാവിധ ഡേ ടു ഡേ കാര്യങ്ങളും നിങ്ങൾക്ക് എത്തിക്കൊണ്ടിരിക്കും. ഓക്കെ, നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ഇതിൽ ഇൻട്രൊഡക്ഷൻ ആയിരിക്കുന്ന ഭാഗം നമുക്ക് ആദ്യം നോക്കാം. ഇൻ ദിസ് ലെസൺ യു വിൽ റീഡ്, ഈ പാഠത്തിൽ യു വിൽ റീഡ് നിങ്ങൾ വായിക്കും. ഞാൻ പദാനുപദ അർത്ഥം പറയുന്നുണ്ട്. യു വിൽ റീഡ് എ ഫ്യൂ എക്സ്ട്രാക്ട് ഫ്രം ഗാന്ധിജീസ് ഓട്ടോബയോഗ്രഫി, ഗാന്ധിജിയുടെ ആത്മകഥയിൽ നിന്ന് എടുത്തിട്ടുള്ള അല്പം എക്സ്ട്രാക്റ്റുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുരുക്കം, ചുരുക്കമാണ് ഇടുന്നത് എന്നുള്ളത്. അതായത് മൈ എക്സ്പെരിമെൻറ്റ് വിത്ത് ട്രൂത്ത് എന്ന് ഗാന്ധി എഴുതിയൊരു ബുക്കിൻ്റെ പേരാണ് മൈ എക്സ്പെരിമെൻറ്റ് വിത്ത് ട്രൂത്ത്, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു അല്പം ഭാഗം. അത് ഗാന്ധിജിയെക്കുറിച്ച് തന്നെ എഴുതിയൊരു ബുക്കാണ്. ആ ബുക്കിൽ നിന്ന് അടുത്തിയ കുറച്ച് ഭാഗങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ സ്റ്റീലിംഗ് ആൻഡ് അറ്റോൺമെൻറ്റ് എന്നാണ്. എന്താ നിങ്ങൾക്കറിയാം, സ്റ്റീല് പറഞ്ഞാൽ കക്കുക അല്ലേ, മോഷ്ടിക്കുക. മോഷ്ടവും അല്ലെങ്കിൽ മോഷ്ടിക്കുന്നതും അതിനെ കിട്ടുന്ന അറ്റോൺമെൻറ്റും പ്രായശ്ചിത്തവും എന്താണ്? ഒരാൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. ലോകത്തിൽ നമുക്ക് ഏത് പ്രവൃത്തിയൊക്കെ നമുക്ക് ആക്ടിവിറ്റീസായിട്ട്, കർമ്മമായിട്ട് ഒരു ജോലിയായിട്ട് എടുക്കാം. പക്ഷേ കക്കുക, അധർമ്മ കാര്യങ്ങൾ, ഇതൊന്നും നമ്മൾ ചെയ്തുകൂടാ. ഗാന്ധിജി തൻ്റെ ജീവിതത്തിൽ ഒരുപാട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുള്ള പ്രായശ്ചിത്വം കൂടിയാണ് അറ്റോൺമെൻറ്റ് എന്ന് പറയുന്നത്. സോ അതാണ് ഇതിൽ പറയുന്നത്. വാട്ട് ഡസ് ഹി റിവീൽ, എന്താണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത്? എബൌട്ട് ഹിംസെൽഫ്, അയാളെക്കുറിച്ച് തന്നെ, ഗാന്ധിജിയെക്കുറിച്ച് ഗാന്ധി തന്നെ എന്താണ് വെളിപ്പെടുത്തുന്നത്? ആൻഡ് മാത്രമല്ല വേർ ഹിസ് ചൈൽഡ്ഹുഡ്, അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലം, അതുപോലെ ടീനേജ് കൗമാരപ്രായം, 12 വയസ്സ് തൊട്ട് 10-20 വയസ്സ് 18 വയസ്സ് വരെയൊക്കെയുള്ള പ്രായത്തിനാണ് കൗമാരപ്രായം എന്ന് പറയുന്നത്. ഏറ്റവും ഡേഞ്ചറസ് പീരീഡാണ്, അപകടം പിടിച്ച കാലഘട്ടമാണ്. ചെയ്യരുതാത്തതും അരുതാത്തതും ഒക്കെ നമ്മൾ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഹോർമോൺ ചേഞ്ചിങ് ഒക്കെ വരുമ്പോൾ ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ ഒരുപാട് ചെയ്യാൻ പാടില്ലാത്ത അധാർമിക കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് വരും. ഗാന്ധിജിയും ടീനേജിൽ ചെയ്ത ചില അകർത്തങ്ങൾ, അതാണ് ഇവിടെ പറയുന്നത്. ലൈക്ക് യുഎസ്, നിങ്ങളെ പോലെ തന്നെ എന്ന്. അപ്പോൾ വാട്ട് ഹി വാസ് ആൾവേസ്, അദ്ദേഹം എപ്പോഴും വാസ് ഹി ആൾവേസ് ട്രൂത്ത്ഫുൾ. നമ്മൾ ഗാന്ധിയെക്കുറിച്ച് കേൾക്കുമ്പോൾ ട്രൂത്ത്ഫുൾ മാൻ എന്നൊക്കെയാണ് നമുക്കറിയില്ലേ, സത്യസന്ധയുടെ പ്രതീകം എന്നൊക്കെയാണ് നമ്മൾ പറയാറ്. അത് അങ്ങനെ തന്നെയാണോ എന്നൊക്കെ ഈ പാഠത്തിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, നമ്മൾ പാഠത്തിലേക്ക് പോവുകയാണ്. ഇതൊരു ഇൻട്രോ ആയിട്ട് മാത്രം പറഞ്ഞാൽ, ദിസ് ലെസൺ വാസ് ടേക്കൺ ഫ്രം മഹാത്മാഗാന്ധീസ് ഓട്ടോബയോഗ്രഫി, മഹാത്മാഗാന്ധിയുടെ ഓട്ടോബയോഗ്രഫി ആയിരിക്കുന്ന മൈ എക്സ്പെരിമെൻറ്റ് വിത്ത് ട്രൂത്ത് എന്നുള്ള ഒരു ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പാഠഭാഗമാണിത്. നമുക്ക് പാഠത്തിലേക്ക് പോകാം. അവിടെ ലെറ്റസ് റീഡ് ദ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഭാഗമാണ് ഇനി ഞാൻ എടുക്കുന്നത്. അപ്പോൾ നല്ല ഓരോ വരികളുടെയും അർത്ഥം നിങ്ങൾ വേണ്ടവർ എഴുതിയെടുത്തോളുക, അത് പഠിക്കാൻ നോക്കും. കാരണം 10ാം ക്ലാസ് പഠിക്കുന്ന പല കുട്ടികളും ആദ്യം 10ാം ക്ലാസ് എഴുതാൻ പറ്റാതെ പിന്നീട് എഴുതുന്നവരൊക്കെ ആയിരിക്കും, ഏജ് ഗ്യാപ്പൊക്കെ ഉണ്ടായിരിക്കും. അതൊന്നും നിങ്ങൾ പ്രശ്നമാക്കണ്ട. എൻ്റെ ക്ലാസ്സുകൾ സശ്രദ്ധം കേട്ടാൽ നിങ്ങൾക്കത് വലിയ കാര്യമായിരിക്കുമെന്ന് ഞാൻ പറയുന്നു. നോക്കും, ഗാന്ധി പറയാൻ നമുക്ക് പാഠത്തിലേക്ക് നോക്കി. ഇനി വേറെ ഒന്നും ചിന്തിക്കരുത്. നോക്ക്, എ റിലേറ്റീവ്, എൻ്റെ ഒരു കുടുംബക്കാരൻ, ആൻഡ് ഞാനും,
ബിക്കെയിം എന്ന് പറഞ്ഞാൽ ആയിത്തീർന്നു, ബിക്കമിൻ്റെ പാസൻസ് ആണ്. ബിക്കം ആയിത്തീരുക, ബിക്കം എ ഡോക്ടർ, ബിക്കെയിം എ ഡോക്ടർ, ബിക്കെയിം ആയിത്തീർന്നു. ഫോണ്ട് ഓഫ് സ്മോക്കിംഗ്. എൻ്റെ ഒരു കുടുംബക്കാരനും എനിക്കും വലിയ പ്രിയമായിരുന്നു പുകവലി. സ്മോക്കിംഗ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, പുകവലി. കുട്ടികളാകുമ്പോൾ പണ്ടൊക്കെ കുട്ടികളെ ഏറ്റവും ഇഷ്ടം കാണിക്കുന്ന ഒളിവിലും ചുളിവിലൊക്കെ പോയിരുന്ന് കാണിക്കുന്നതാണ് ഈ സിഗരറ്റ് വലിക്കുക എന്നുള്ളത്. ഗാന്ധിക്കും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു ബന്ധു, ഒരു കുടുംബക്കാരനും ഫോണ്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു എന്നാണ്. FONDOF, ഫോണ്ട് ഓഫ് മീൻ ലൈക്ക്, ഇഷ്ടപ്പെട്ടു. ഗാന്ധിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പുകവലി. നൗ ദാറ്റ് ഹീ സോ, അങ്ങനെ ഇരിക്കെ, നൗ നോട്ട് ദാറ്റ് ഹീ സോ ഗുഡ് ഇൻ സ്മോക്കിംഗ്, നോട്ട് ദാറ്റ് ഇത്, അതുകൊണ്ടല്ല വി സോ നമ്മൾ കാണുന്നതുകൊണ്ട് എനി ഗുഡ് ഇൻ സ്മോക്കിങ്ങിന് വല്ല ഗുഡും ഉണ്ടോ, നന്മയുണ്ടോ, അതൊന്നും ഉണ്ടായിട്ടല്ല. പുക വലിച്ച് പുറത്തേക്ക് ഊതി വിടുക എന്നല്ലാണ്ട് എന്താ അതിനെക്കൊണ്ട് നമുക്ക് വല്ല ശ്രേഷ്ഠയോ അല്ലെങ്കിൽ വല്ല നല്ല ക്വാളിറ്റിയോ വല്ലോ നല്ല ഗുണമോ നമുക്കതിന് കിട്ടുന്നുണ്ടോ, ഒന്നുമില്ല. ഓർ അല്ലെങ്കിൽ വെരി ഫോണ്ട് ഓഫ് ദ സ്മെൽ ഓഫ് സിഗരറ്റ്, അതോ സിഗരറ്റിൻ്റെ വാസന ഇഷ്ടപ്പെട്ടുകൊണ്ടതാണോ സിഗരറ്റ് വലിയേക്ക് തിരിയുന്നത്, എന്തോ അറിയില്ല. അക്കാലത്ത് കുട്ടികളൊക്കെ സ്മോക്കിങ്ങിന് അഡിക്റ്റ് ആയിരുന്നു. അങ്ങനെ ഗാന്ധിജിയും ഈ സ്മോക്കിംഗ് പുകവലിക്ക് അഡിക്റ്റ് ആയി കേട്ടോ. ആൻഡ് ഞങ്ങൾ രണ്ടുപേരും സിംപിളി ഇമാജിൻഡ്, ഊഹിച്ചു, വളരെ ലളിതമായി ഊഹിച്ചു, എ സോർട്ട് ഓഫ് പ്ലഷർ, എന്തോ ഒരു സന്തോഷം. പ്ലഷർ എന്ന് പറഞ്ഞാൽ സന്തോഷം, എന്തോ ഒരു രസം. ഇൻ എമിറ്റിംഗ്, പുറത്തേക്ക് തുപ്പുന്നതിൽ, എമിറ്റിംഗ് ക്ലൗഡ്സ് ഓഫ് സ്മോക്ക്, പുകപടലങ്ങൾ അല്ലെങ്കിൽ പുകയുടെ ഒരു മേഘാവൃതം തന്നെ സൃഷ്ടിക്കുന്നതിൽ, ഫ്രം അവർ മൗത്ത്, ഞങ്ങളെ വായന്ന് ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഊതുമ്പോൾ ഈ പുകപടലങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ അത് കാണാൻ വലിയ രസം. അതായിട്ടാണോ അറിയില്ല, സിഗരറ്റിൻ്റെ വാസന ഇഷ്ടപ്പെട്ടതുകൊണ്ടോ അറിയില്ല, എന്തുകൊണ്ടോ അറിയില്ല, ഞങ്ങൾക്ക് രണ്ടാക്കും സ്മോക്കിങ്ങിന് ഭയങ്കര ഇഷ്ടം. ആർക്ക്? ഗാന്ധിജിക്കും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുടുംബക്കാരനും. എപ്പോഴും നമ്മൾ വേണ്ടാത്ത ചെയ്യാൻ കൂട്ടുകാരൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ ഗാന്ധിജിക്കും അങ്ങനെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു. അയാൾ റിലേറ്റീവായിരുന്നു, ബന്ധുക്കാരനായിരുന്നു. മൈ അങ്കിൾ, എൻ്റെ അമ്മാവനെ, ഗാന്ധി പറയാം, മൈ അങ്കിൾ ഹാഡ് ദ ഹാബിറ്റ്, എൻ്റെ അമ്മാവന് ഈ സ്വഭാവം ഉണ്ടായിരുന്നു. ഈ സ്വഭാവം വലിച്ചു ഊതുക, പുകവലിക്കുക എന്നുള്ള സ്വഭാവം അമ്മാവനുണ്ടായിരുന്നു. അല്ലേ? ആൻഡ് വെൻ വി സോ ഹിം സ്മോക്കിംഗ്, അവൻ ഇങ്ങനെ പുകവലിക്കുന്നത് ഞങ്ങളിങ്ങനെ കാണുമ്പോൾ, അമ്മാവൻ ഇങ്ങനെ പുകവലിച്ച് പുറത്തേക്ക് ഇങ്ങനെ കാർമേഘം കണക്കെ പുക ഇങ്ങനെ പുറത്തേക്ക് തുപ്പുന്നത് ഞങ്ങൾ കാണുമ്പോൾ, ഞങ്ങളും ചിന്തിച്ചു, തിങ്കിൻ്റെ പാസ്, ചിന്തിക്കുക, ചിന്തിച്ചു, എന്ത്, വി കുഡ് കോപ്പി ഹിസ് എക്സാമ്പിൾ, അവൻ്റെ എക്സാമ്പിൾ നമ്മളും കോപ്പി അടിച്ചാലോ. അങ്ങനെയല്ലോ, കോപ്പി അടിക്കാൻ ഞങ്ങൾ മിടുക്കന്മാരാണല്ലോ. മറ്റുള്ളവർ എന്താ ചെയ്യുന്നത് അതുപോലെ നമുക്ക്, മറ്റുള്ളവർ മുറുക്കുകയാണെങ്കിൽ നമുക്കൊന്ന് മുറിക്കാൻ തരക്കണില്ല, മറ്റുള്ളവർ കള്ളുടിക്കുകയാണെങ്കിൽ ഒന്ന് കള്ളുടിച്ചാൽ തരക്കണില്ല. അങ്ങനെ എനിക്ക് വേണ്ടാത്ത വൃത്തിയിലേക്കൊക്കെ നമ്മൾ വന്ന് വീണേ. അണ്ടർസ്റ്റാൻഡ്? നമ്മളതൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ മറ്റൊരാൾ കള്ളത്തരം ചെയ്തിട്ട് നമ്മൾ കള്ളത്തരം ചെയ്തോണമെന്നില്ല. ഇല്ല, ഗാന്ധിജി ഇങ്ങനെ കണ്ടു, ഗാന്ധിജീൻ്റെ അമ്മാവൻ പുക വലിക്കുന്നത്, എന്താ ഇപ്പോൾ അമ്മാവനെ പുക വലിക്കാച്ചപ്പോൾ എനിക്കും പുക വലിച്ചൂടെ എന്നൊരു ചിന്ത, അല്ലേ? അച്ഛൻ കള്ളുടിയനാണെങ്കിൽ മക്കൾ മിക്കവാറും കള്ളുടിയന്മാരാകും. കാരണം എന്താ, അച്ഛൻ ഇങ്ങനെ കള്ളുടിക്കുന്ന പെഗൊക്കെ ഇങ്ങനെ ഉമ്മർത്ത് വെച്ചിട്ടേ ആ പെഗൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ ടച്ചിങ് ഒക്കെ നടത്തി ഇങ്ങനെ കള്ളുടിക്കുന്ന മക്കൾക്ക് ഇതെന്താ അപ്പോൾ ഇത് തരക്കടില്ലല്ലോ, ഞാനൊന്ന് ടെസ്റ്റ് നോക്കിയാലോ എന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ കുടിയൻ്റെ മക്കൾ കുടിയന്മാരാവാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. എന്ന് ആയിക്കോണമെന്നൊന്നുമില്ല, പക്ഷേ അങ്ങനെയുള്ള ഒരു ഫാദറിന് തൻ്റെ മോനോട്, മോനെ നീ കുടിക്കരുത് കേട്ടോ ഒന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ, മോൻ തിരിച്ചു ചോദിക്കും, അച്ഛൻ കുടിക്കുന്നത് അമൃതാണോ എന്ന് ചോദിച്ചാൽ പിന്നെ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുട്ടികളെ ഉപദേശിക്കുമ്പോൾ നമ്മൾ ആദ്യം നന്നാവണം, എന്നാലേ കുട്ടികളെ ഉപദേശിക്കാൻ പറ്റുകയുള്ളൂ, അല്ലേ? അപ്പോൾ എന്നാൽ വി ഹാഡ് നോ മണി, ഞങ്ങൾക്ക് പൈസ ഇല്ലായിരുന്നു സിഗരറ്റ് വാങ്ങാൻ. സിഗരറ്റ് വലിക്കാനൊക്കെ പെരുത്ത് പൂതിൻ്റെ അമ്മാവൻ്റെ, പക്ഷെ ഞങ്ങളിൽ നോ മണി, പൈസ ഇല്ലായിരുന്നു. സോ അതുകൊണ്ട് ബുക്കിൽ നോക്കണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ബുക്കിലെ വരികളാണ് പറയുന്നത്, അതിൻ്റെ അർത്ഥമാണ്. സോ ഞങ്ങൾ ആരംഭിച്ചു, ബിഗിൻ ആരംഭിക്കുക, ടു കളക്ട് സ്റ്റംപ്, പൈസ കൊടുത്ത് വാങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് സിഗരറ്റിൻ്റെ കുറ്റി ഒരാൾ വലിച്ചൂതിയിട്ട് റോഡിലേക്ക് എടുത്തിടുമല്ലോ, അതാണ് സ്റ്റംപ് ഓഫ് സിഗരറ്റ്. ത്രോൺ അവേ, വലിച്ചെറിയപ്പെട്ടത്, ബൈ മൈ അങ്കിൾ, എൻ്റെ അമ്മാവൻ എപ്പോഴാണ് വലിച്ചെറിയുക കുറ്റി, തേഞ്ഞ കുറ്റി. അപ്പോൾ എപ്പോഴാണ് അമ്മാവൻ ആ സിഗരറ്റിൻ്റെ കുറ്റി വലിച്ചെറിയുക, അങ്ങനെ നോക്കി നിന്നിട്ട് അത് വലിച്ചെറിയുമ്പോൾ ഞങ്ങൾ അമ്മാവൻ നീച്ചു പോയാൽ എല്ലാം അത് പോയി എടുത്തിട്ട് ഞങ്ങൾ കത്തിച്ച് വലിക്കും. ഇതായിരുന്നു ഞങ്ങളുടെ, കാരണം ഞങ്ങൾ പൈസ അല്ല സിഗരറ്റ് വാങ്ങാൻ. ഇതൊക്കെ നോക്കൂ, ഗാന്ധി തുറന്ന് എഴുതുകയാണ്. ആൻഡ് നെക്സ്റ്റ് നോക്കൂ, ദ സ്റ്റംസ്, ആ കുറ്റികൾ, ഹൗവർ, എന്നിരുന്നാലും വേർ നോട്ട് ആൾവേസ് അവൈലബിൾ, ഈ കുറ്റി എപ്പോഴും ലഭ്യമായിരുന്നില്ല. അവൈലബിൾ എന്നാൽ എപ്പോഴും വേണ്ടപ്പോഴൊന്നും കിട്ടില്ല, എപ്പോഴേക്കൊക്കെ ഒരു കുറ്റി കിട്ടിയെന്നാൽ അവൈലബിൾ എന്നാണ് ലഭ്യമാവുക. ആൻഡ് കുഡ് നോട്ട് എമിറ്റ്, അതാട്ടെ എമിറ്റ് ചെയ്യില്ല, പുറത്തേക്ക് തുപ്പാനും കഴിയില്ല, മച്ച് സ്മോക്ക്, അധികം പുകയൊന്നും. ഈ പുക ഇങ്ങനെ പുറത്തേക്ക് വിടുമ്പോൾ എന്തോ ഒരു രസമാണ്. അപ്പോൾ ഈ പുക പുറത്തേക്ക് വിടാൻ അധികം വലിപ്പം ഉണ്ടാവില്ലല്ലോ കുറ്റി, അല്ലേ? സോ അതുകൊണ്ട് വി ബിഗാൻ ടു സ്റ്റീൽ, ഞങ്ങൾ കക്കാൻ തുടങ്ങി. സ്റ്റീൽ, STEAL, കക്കുക, അല്ലേ? സ്റ്റീൽ, ഞങ്ങൾ കക്കാൻ തുടങ്ങി. കോയിൻസ്, നാണയങ്ങൾ, ഫ്രം ദ സർവൻസ് പോക്കറ്റ്, വീട്ടിലെ വേലക്കാരൻ്റെ ഷർട്ടിൽ നിന്ന് അവൻ അറിയാതെ പൈസ അടിച്ചു മാറ്റും ഞങ്ങൾ. പോക്കറ്റ് മണി, ഇന്നോട്ട് പർച്ചേസ്, വാങ്ങാൻ, എന്ത്, ഇന്ത്യൻ സിഗരറ്റ്, അക്കാലത്ത് അറിയപ്പെടുന്ന ഇന്ത്യൻ സിഗരറ്റുകൾ
പൈസ കൊടുത്ത് വാങ്ങാൻ വേണ്ടി ഞങ്ങളുടെ വീട്ടിലെ ജോലിക്കാരൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്നൊക്കെ പൈസ അടിച്ചു മാറ്റും. സ്റ്റീൽ ചെയ്യാൻ ഇവിടെ തുടങ്ങി ഗാന്ധിജിയുടെ കക്കൽ എന്നുള്ള പണി. ഗാന്ധിജി ഒരുവിധം എല്ലാ ദുർവൃത്തിയിലൂടെയും കടന്നു പോയിട്ടുള്ള മനുഷ്യനാണ്. പക്ഷേ അതും ഗാന്ധിയും നമ്മൾ തമ്മിലെ വ്യത്യാസം എന്ന് വെച്ചാൽ ഗാന്ധിജി നടത്തിയ എല്ലാ തെമ്മാടിത്തരവും വേണ്ടാത്തരവും ഗാന്ധി പിന്നെ തുറന്ന മനസ്സോടെ തുറന്ന് എഴുതിയിട്ടുണ്ട് മാലോകർക്കായിട്ടുള്ളതാണ്. നമ്മളത് പൂത്തി അടിയിൽ കുഴിക്ക് പോകുന്നവരെ അങ്ങനെ തന്നെ മിണ്ടില്ല, ആരോടും പറയില്ല അല്ലേ. ഇവിടെ നോക്കൂ, ഗാന്ധി ഇതൊക്കെ വെളിപ്പെടുത്തി നോക്കൂ. സിഗരനും എന്താ ഇൻ ദ മീൻ ടൈം അതേ സമയം ഞങ്ങൾ കേട്ടു ദാറ്റ് ദ സ്റ്റാക്സ്, ഈ സ്റ്റാക്സ് ഉണ്ടല്ലോ, അപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുക, എന്താ ചെയ്യാതിരിക്കുമ്പോഴാണ് ഞങ്ങൾ കേൾക്കുന്നത് സ്റ്റാക്സ് ഓഫ് സർട്ടൻ പ്ലാന്റ്, ചില പ്രത്യേക ചെടികളുടെ തണ്ട്. സ്റ്റാക്ക് എന്ന തണ്ട്, അതിങ്ങനെ ഓടിയാൽ നറുക്ക് കൂടെ ഒരു ഓട്ടയൊക്കെ ഉണ്ടാവും, അത് കത്തിച്ച് ഇങ്ങനെ വലിക്കാൻ പറ്റും അല്ലേ. തണ്ട്, ഈ വൈക്കോൽ കൊടിയുടെയൊക്കെ സട്ടൻ ഏതോ എന്നില്ല പ്ലാന്റ് ചെടീൻ്റെ പോറസ് ആണെന്ന് ഞങ്ങൾ കേട്ടു. പോറസ് ആണ് സുഷിരങ്ങളുള്ളത്, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓട്ട ഉണ്ടായിരിക്കും. അപ്പോൾ ആ തണ്ടിൻ്റെ ചെടി പെട്ടി ചുടന്നിട്ട് അത് ഉണക്കിയിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് കൂടെ ഇങ്ങനെ കത്തിച്ചിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ സിഗരറ്റിൻ്റെ അതേ പർപ്പസ് നടക്കും. പോറസ് ആൻഡ് കുഡ് ബി സ്മോക്കഡ് വലിക്കപ്പെടാം ലൈക്ക് സിഗരറ്റിനെ പോലെ തന്നെ വലിക്കാൻ പറ്റുന്നതാണ് ചില ചെടികളുടെ തണ്ട്, സ്റ്റാക്ക് എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ. ആൻഡ് വി ഗോട്ട് ദം, ഞങ്ങളത് കളക്ട് ചെയ്തു, ഞങ്ങൾ എവിടുന്നോ അതൊക്കെ കൊണ്ടുവന്നു അല്ലേ. ആൻഡ് ആരംഭിച്ചു ദിസ് കൈൻഡ് ഓഫ് സ്മോക്കിംഗ്, ഇത്തരത്തിലുള്ള ഒരു പുകവലി ഞങ്ങൾ ആരംഭിച്ചു. ഇപ്പം എന്താ കുട്ടികളെ നിങ്ങൾ മനസ്സിലായത്? ഒന്നാമത്തെ പാരഗ്രാഫിൽ ഗാന്ധി എങ്ങനെയാണ് സിഗരറ്റ് വലി തുടങ്ങിയതെന്നും സിഗരറ്റ് വലി തുടങ്ങാനുള്ള കാരണവും അതിൻ്റെ ആരംഭവും അതിനെക്കുറിച്ചൊക്കെ ഗാന്ധി വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞു. ആദ്യം ദിശയിൽ സിഗരറ്റിൻ്റെ കുറ്റിയൊക്കെ അമ്മാവൻ വലിച്ചെറിഞ്ഞ് പെറുക്കി വായിക്കുമായിരുന്നു. പിന്നെ അതും പോരാതെ വന്നപ്പോൾ ഞങ്ങൾ ഈ ചില ചെടികളുടെ തണ്ട് രണ്ടറ്റവും കട്ട് ചെയ്തിട്ട് ഈ വൈക്കോൽ കൂടിയൊക്കെ കട്ട് ചെയ്ത് വലിക്കുന്ന പോലെ ഞങ്ങൾ തുടങ്ങി. അപ്പോൾ അതാണ് ഒന്നാമത്തെ പേരയിൽ പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ? അടുത്ത പേരയിൽ പറയുന്നു ബട്ട് എന്നാൽ വി വേർ ഫാർ ഫ്രം ബീയിങ് സാറ്റിസ്ഫൈഡ്, ഇതുകൊണ്ടൊന്നും ഞങ്ങൾ സംതൃപ്തവാന്മാരായില്ല. അങ്ങനെയുണ്ടല്ലോ, അത് പൂർണ്ണ സാറ്റിസ്ഫാക്ഷൻ സംതൃപ്തി കിട്ടിയില്ലേ പോകാൻ. ഇത് സച്ച് തിങ്, ഈ തണ്ടുകൊണ്ടും ഈ വൈക്കോൽ കൊടി കൊണ്ടൊന്നും പുക വലിച്ചാൽ ഒരു സുഖം കിട്ടണില്ല. അപ്പോൾ അവർ വാണ്ട് ഓഫ് ഇൻഡിപെൻഡൻസ് ബിഗാൻ ടു അപ്സെറ്റ് അസ്, ഞങ്ങൾക്ക് ഈ സ്വാതന്ത്ര്യം അത് കിട്ടിയാൽ അല്ലേ, ഇപ്പം ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യം ബിഗാൻ ടു അപ്സെറ്റ്, ഞങ്ങൾ ആകെ തകിടം മറിക്കാൻ തുടങ്ങി. അതായത് ഈ സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ദെൻ ഇറ്റ് വാസ് അൺബിയറബിൾ, ഇത് അസഹ്യമായി തോന്നി. ദാറ്റ് വി ഷുഡ്, ഞങ്ങൾ ബി അണേബിൾ ടു ഡു എനിത്തിങ് വിത്തൗട്ട് ദ പെർമിഷൻ ഓഫ് എൽഡേഴ്സ് എന്നറിയില്ല, മൂത്തവർ. ഞങ്ങളുടെ വീട്ടിലെ മൂത്തവരുടെ ഏട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്. അപ്പോൾ എന്ത് ചെയ്യണമെങ്കിലും അവരനുവാദം വേണം. എന്തെങ്കിലും പുറത്തേക്ക് പോകണമെങ്കിലോ അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ എൽഡേഴ്സ് എന്ന് പറഞ്ഞാൽ മൂത്തവർ, നമ്മുടെ ചെറുപ്പക്കാർ. അപ്പോൾ യങ്ങർസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അനിയന്മാർ. ഇവിടെ എൽഡർമാരുണ്ടാവും വീട്ടിൽ, ഇങ്ങനെ കോണി വെച്ചമാതിരി കുറേ ഏട്ടൻ്റെ വലിയ ഏട്ടൻ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണമെങ്കിലും അച്ഛൻ്റെ താഴെ വലിയേട്ടൻ ഉണ്ടാവും. ഈ വലിയേട്ടൻ എന്ന് പറഞ്ഞ സിനിമയൊക്കെ തന്നെ ഇറങ്ങിയിട്ടില്ലേ. അപ്പോൾ ഈ വലിയേട്ടന്മാരുടെ പെർമിഷൻ കിട്ടണം. ഞങ്ങളുടെ കുടുംബത്തിലും അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു ഇൻഡിപെൻഡൻസ്, ഒരു സ്വാതന്ത്ര്യം കിട്ടായ്മയായി ഞങ്ങൾക്ക് തോന്നി, എൻ്റെ കുടുംബക്കാരനും എനിക്കും. ഗാന്ധിയാണ് പറയുന്നത്. അറ്റ് ലാസ്റ്റ്, അവസാനം ഇൻ ഷിയർ ഓഫ് ഡിസ്ഗസ്റ്റ്, ആകെ അസ്വസ്ഥതയിൽ, ഡിസ്ഗസ്റ്റ് ആണ് ആകെ വേവലാതിയിൽ, വി ഡിസൈഡ്, ഞങ്ങൾ തീരുമാനിച്ചു ടു കമ്മിറ്റ് സൂയിസൈഡ്, ആത്മഹത്യ ചെയ്യാൻ. സൂയിസൈഡ് എന്താ? ആത്മഹത്യ. എന്താ ആത്മഹത്യ ചെയ്യുക പറഞ്ഞാൽ? ഒരാളെ ജീവൻ അയാളെ തന്നെ എടുക്കാൻ. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ തന്നെ എടുക്കാൻ അധികാരമുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യാൻ അതിന് ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞിട്ടല്ല നിങ്ങൾ ജനിച്ചത്, നിങ്ങളാരെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടാണ് ജനിച്ചത്. അപ്പോൾ ആത്മഹത്യ ചെയ്യാൻ ആർക്കും അധികാരമില്ല. പക്ഷേ ഗാന്ധിജി അയാളുടെ കുടുംബക്കാരും കൂടിയിട്ട് ഇനി എന്താടാ ജീവിച്ചിട്ട് കാര്യം, നേരെ ചൊവ്വയൊന്ന് പുകവലിക്കാനും കൂടി സ്വാതന്ത്ര്യം ഇല്ലാത്ത ഈ വീട്ടിൽ നിന്നിട്ട് എന്താടാ കാര്യം, നമുക്ക് പോയിട്ട് ചാവാം എന്ന് നോക്കൂ, ഗാന്ധിജി സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന്. എന്താ കാരണം? സ്വതന്ത്രമായി ഒരു പുകവലിക്കാൻ ചാൻസ് കിട്ടാത്തതുകൊണ്ട്, പൈസ കിട്ടാത്തതുകൊണ്ട്. അങ്ങനെ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരനും കൂടി സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചു. സൂയിസൈഡ് ആണ് ആത്മഹത്യ ചെയ്യാന്നാണ്. നെക്സ്റ്റ് പാരാം. ബട്ട് ഹൗവർ വി വെർ ടു ഡു ഇറ്റ്, എങ്ങനെ ഞങ്ങളത് ചെയ്യുക? ഏത് ചെയ്യുക? ആത്മഹത്യ ചെയ്യാൻ പല ഉപായങ്ങളുണ്ടല്ലോ. തൂങ്ങിച്ചാവാം, വിഷം കഴിക്കാം, വെള്ളത്തിൽ ചാടാം, അങ്ങനെയൊക്കെ കുറേ തീ പൊള്ളി അല്ലെങ്കിൽ തീയിട്ട് ചാവാം, ഇങ്ങനെ പല ഉപായങ്ങളെ കാണാറുണ്ടല്ലോ. പല കുട്ടികളും അങ്ങനെ ആത്മഹത്യയൊക്കെ ചെയ്യാനൊക്കെ ശ്രമിക്കുക. അത് മണ്ടത്തരാണ് കേട്ടോ, അതും ചെയ്തു വിടരുത്. അപ്പോൾ എന്താ, ഹൗ വേർ വി ടു ഡു ഇറ്റ്, നമ്മൾ എങ്ങനെയപ്പോൾ ആത്മഹത്യ ഗാന്ധിയും കൂട്ടുകാരും ചർച്ച ചെയ്യും. ഫ്രം എവിടെ നിന്നാണ് ടു ഗെറ്റ് പോയിസൺ, വിഷം കുടിക്കണമെങ്കിൽ പോയിസൺ എവിടെ നിന്നാണ് കിട്ടുക? അതൊരു ചോദ്യം അല്ലേ. വി ഹേർഡ്, ഞങ്ങൾ കേട്ടു. ദന്തൂര എന്ന് പറഞ്ഞ ഒരു ചെടി, അതിൻ്റെ സീഡ്, വിത്ത്, ദന്തൂര എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വേർഡല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിത്ത്
എഫക്റ്റീവ് പോയിസൺ, നല്ല ബലവത്തായിരിക്കുന്ന വിഷമാണെന്ന്. ഉമ്മത്തും കായ എന്നൊക്കെ പറയാറില്ല നമ്മുടെ നാട്ടിലൊക്കെ. അതിൻ്റെ കുരുവൊക്കെ വിഷമാണ് അത്രേ. അങ്ങനെയുള്ള വിഷച്ചെടിയുടെ കായ കാട്ടിൽ പോയി പറിച്ചു കൊണ്ടുവരിക, എന്നിട്ട് അത് തിന്നുക. അക്കാലത്ത് ഈ എൻട്രിയും മറ്റതൊന്നും ഇല്ലേ, ഈ ദല്ലിലടിക്കുന്ന മരുന്നൊന്നും ഇല്ല. ഇന്നിപ്പോൾ കുട്ടികളൊക്കെ അത് അങ്ങനെയൊക്കെ തെരഞ്ഞു നോക്കിയിട്ട് കൃഷിയുള്ള വീടുകളിലൊക്കെ അങ്ങനെയൊക്കെ ജൈവ വിഷം കഴിക്കുക, അങ്ങനെയൊക്കെ പരിപാടി. പക്ഷേ അക്കാലത്ത് അതൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഏതോ ഒരു കാട്ടുചെടിയുടെ വിത്ത് അത് കാട്ടിൽ പോയി പറിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. ഓഫ് വി വെൻറ്റ്, ഞങ്ങൾ പോയി കേട്ടോ. ഓഫ് വി വെൻറ്റ് ടു ദ ജംഗിൾ എന്ന കാട്ടിലേക്ക് അയാളുടെ കൂട്ടുകാരനും പോയി. ജംഗിൾ ഇൻ സെർച്ച്, തെരഞ്ഞുകൊണ്ട്, ഇൻ സെർച്ച് ഓഫ് ദി സീഡ്, ഇതിൻ്റെ വിത്തും, സീഡ് എന്ന വിത്ത്, ഈ കാട്ടുചെടിയുടെ വിത്തും തെരഞ്ഞുകൊണ്ട് ഞങ്ങൾ കാട്ടിൽ പോയി. എന്ത് വിഷച്ചെടിയുടെ, ആൻഡ് വി ഗോട്ട് ദം, ഞങ്ങൾക്കത് കിട്ടി, കുറേ വിത്ത് കിട്ടി ആ വിഷച്ചെടിയുടെ. ആൻഡ് ഞങ്ങൾ ഇനി നല്ല തക്കമായ സമയം നോക്കിയിരിക്കണം. അപ്പോൾ വിഷം കിട്ടി, കുടിക്കാൻ, ആത്മഹത്യ ചെയ്യാനും. ഇനി എപ്പോഴാണ് ഇത് ചെയ്യുക? ഈവനിങ്, സന്ധ്യാസമയം വാസ് തോട്ട്, ചിന്തിച്ചു, ടു ബി ഓസ്പീഷ്യസ് അവർ, പവിത്രമായ നിമിഷം. നല്ല കാര്യമൊക്കെ ചെയ്യാൻ പോകുമ്പോൾ നല്ല സമയമൊക്കെ മുഹൂർത്തമൊക്കെ നോക്കണ്ടേ. അപ്പോൾ ഇടമെടുക്കാൻ നമ്മൾ എപ്പോഴാണ് ആത്മഹത്യ ചെയ്യാൻ പറ്റിയ, നല്ല പണിക്കരെടുത്ത് പോയിട്ട് നല്ല സമയമൊക്കെ നോക്കി ഗണിച്ചിട്ടാണോ? ഓസ്പീഷ്യസ് എന്നാൽ പവിത്രമായൊരു വേള, ഒരു മണിക്കൂറൊക്കെ തിരഞ്ഞെടുത്തു. അത് വൈകുന്നേരമാണെന്ന് തീരുമാനിച്ചു. അങ്ങനെ വി വെൻ ടു കേദാർജി മന്ദിർ. അവിടെ ഗുജറാത്തിൽ തൊട്ടടുത്തൊരു കേദാർജി മന്ദിർ എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്. ഞങ്ങൾ ആ അമ്പലത്തിലൊക്കെ പോയി. ആൻഡ് പുട്ട് ഗീ ഇൻ ദ, നല്ലൊരു കാര്യം ചെയ്യാൻ പോകില്ലേ, എന്താ നല്ല കാര്യം, ആത്മഹത്യ ഇരിക്കുക. പുട്ട് ഗീ ഇൻ ദ ടെമ്പിൾ ലാമ്പ്, ഞങ്ങൾ അവിടുത്തെ വിളക്കിൽ കുറച്ച് നെയ്യ് വിളക്കൊക്കെ കത്തിച്ചു. ഗീ എന്ന് പറഞ്ഞ നെയ്യ്, ഇൻ ദ ടെമ്പിൾ ലാമ്പ്, അവിടുത്തെ അമ്പലത്തിലെ ആ വിളക്കിൽ ഒരു നെയ്യൊക്കെ ഒഴിച്ച് കത്തിച്ചു കഴിച്ചത്. ആൻഡ് ഹാർഡ് ദർശനം, അമ്പല ദർശനം നടത്തി. ആൻഡ് ദെൻ എന്നിട്ട് ലുക്ക്ഡ് ഫോർ ലോൺലി കോർണർ, ഒരു ഒഴിഞ്ഞ മൂലയും തിരഞ്ഞെടുക്കുകയാണ്. ഏത് മൂലയിലാണ് അപ്പം നമ്മളിത് ചെയ്യുക, ഏത് ആത്മഹത്യ ചെയ്യുക? അപ്പോൾ എവിടെ ഇരുന്നിട്ടാണ് ഇപ്പോൾ ഈ വിഷച്ചെടീൻ്റെ കായ തിന്നുക? അങ്ങനെ നോക്കൂ, അവരൊരു ആത്മഹത്യ ചെയ്യാൻ പോകുമ്പോഴും ചില കള്ളന്മാരൊക്കെ ഉണ്ടല്ലോ, അമ്പലത്തിൽ കക്കാൻ പോകുമ്പോൾ അടുത്ത ഭണ്ഡാരത്തിൻ്റെ മുമ്പിലൊന്ന് നമസ്കരിച്ചിട്ട് എടുക്കുകയുള്ളൂ. ദേവി ദേവ, ഞാനിത് എടുക്കുകയാണ്, പെർമിഷൻ തരണേ എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കുന്ന ആൾക്കാരില്ലേ. എന്ന് പറഞ്ഞ മാതിരി ഈ ദേവനോട് പറഞ്ഞ് ഞങ്ങളിങ്ങനെ ആത്മഹത്യ ചെയ്യാൻ ഒരു നിർവാഹമില്ല. എന്താ ദേവൻ ചോദിച്ചാൽ, എന്താ ഇപ്പോൾ ഗാന്ധിജി ഞങ്ങളിങ്ങനെ ആത്മഹത്യ ചെയ്യുന്നത്? അല്ല, ഞങ്ങൾക്ക് സിഗരറ്റ് കുറ്റി കിട്ടാനുള്ള സിഗരറ്റ് വാങ്ങാൻ പൈസയില്ല, അപ്പം ഞങ്ങളിപ്പോൾ ഇനിയിപ്പോൾ ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല, ഒക്കെ ആകെ പൂച്ചുവിലങ്ങാണ്, ഞങ്ങൾ പോവുകയാണ്, ഞങ്ങൾ ചാവുകയാണ് എന്ന് പറഞ്ഞ് നമ്മുടെ കേദാർജി മന്ദിറിലൊക്കെ പ്രാർത്ഥനയൊക്കെ നടത്തി ഒരു ഒഴിഞ്ഞ കോർണർ ഇങ്ങനെ കിട്ടാണ്ടോ നോക്കുകയാണ്, കോർണർ. ബട്ട് എന്നാൽ അവർ കറേജ് ഫെയിൽഡസ്, ഞങ്ങളുടെ ധൈര്യം ഞങ്ങളെ പരാജയപ്പെടുത്തി കേട്ടോ. അവർ കറേജ് എന്ന ധൈര്യം, ഫെയിൽഡ് എന്ന പരാജയപ്പെടുത്തിയ. സപ്പോസിങ് വി വർ നോട്ട് ഇൻസ്റ്റൻ്റ്ലി കിൽഡ്, വിഷം കഴിക്കുമ്പോഴേക്ക് കൊല്ലപ്പ് അല്ലെങ്കിൽ ചാവില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട്, ഊഹിച്ചേടാ നമ്മളിത് കഴിക്കുമ്പോൾ അപ്പം തന്നെ ചാവുമോ? ചാവാൻ സാധ്യതയില്ല. സപ്പോസിങ് ഊഹിച്ചുകൊണ്ട്, വി വെർ നോട്ട്, ഞങ്ങൾ ഇൻസ്റ്റൻ്റ്ലി നിമിഷത്തന്നെ കിൽഡ്, മരിക്കപ്പെടുമോ എന്ന് സംശയം. ആൻഡ് വാട്ട് വാസ് ദ ഗുഡ് ഓഫ് കില്ലിങ് അവർ സെൽ, അപ്പോൾ ഒരു പിൻബുദ്ധി, പിൻചിന്ത വന്നു. എന്താടാ അപ്പം നമ്മൾ ചത്തിട്ട് കിട്ടാൻ? വാട്ട് വാസ് ദ ഗുഡ്, എന്ത് നന്മയാണ് കില്ലിങ് അവർ സെൽ, നമ്മൾ നമ്മളെ തന്നെ കൊന്നിട്ട് എന്താ കിട്ടാൻ? ഇവൻ അവരോടും ചോദിച്ചു, ഗാന്ധി ഇങ്ങോട്ടും ചോദിച്ചു, ഗാന്ധിയുടെ കൂട്ടുകാരൻ അങ്ങോട്ടും ചോദിച്ചു. അല്ല, എന്താ ഇപ്പോൾ മോഹൻ കരംചന്ദ്, നിങ്ങളെ ഗാന്ധി ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ആത്മഹത്യ വരുത്തിയിട്ട് എന്താ കാര്യം എന്ന് ചിന്തിക്കാൻ തുടങ്ങി എന്ന്. അപ്പോൾ കില്ലിങ് അവർ സെൽ, വൈ നോട്ട് റാദർ പുട്ടപ്പ്, വൈ നോട്ട്, എന്തുകൊണ്ട് റാദർ ഭേദം, പുട്ടപ്പ് വിത്ത് ലാക്ക് ഓഫ് ഇൻഡിപെൻഡൻസ്, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ലാച്ചിട്ട് ഇപ്പം എന്താ, ഇൻഡിപെൻഡൻസ് ഇല്ലാച്ചിട്ട് എന്താണ്? ബട്ട് എന്നാൽ വി സാലൗഡ്, ഇത്രയും ചിന്തിച്ചപ്പോഴേക്കും ഞങ്ങൾ വിഴുങ്ങി കേട്ടോ. 2 or 3 സീഡ്, 2 or 3 വിത്ത്, നെവർത്തലെസ് എന്നിരുന്നാലും. ഈ തീരുമാനം എടുക്കുന്നതിന് മുമ്പേ തന്നെ 2-3 വിത്ത് ഞങ്ങളിങ്ങനെ ചവയ്ക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോഴാണ് വി ഡയേഡ്, ഞങ്ങൾ ധൈര്യപ്പെട്ടു, നോട്ട് ടേക്ക് മോർ, ഇനി തിന്നണ്ട. എടാ 3 എത്ര തിന്നു? ഞാനുണ്ടോ? അയ്യോ 3. എന്നാൽ ഇനിയിപ്പോൾ നമുക്ക് നിർത്തുക, നമുക്ക് തിന്നണ്ട, എന്താപ്പം നമ്മൾ ചത്തിട്ട് കിട്ടാൻ? അവർ ഒരു പിൻബുദ്ധി എന്നില്ല, ഏത് കാര്യത്തിനും അങ്ങനെ വരുമല്ലോ. വി ഡയേഡ്, ഞങ്ങൾ ധൈര്യപ്പെട്ടു, നോട്ട് ടു ടേക്ക് മോർ, ഇനി എടുക്കണ്ട വിത്ത്. ബോത്ത് ഓഫ് us, ഞങ്ങൾ രണ്ടുപേരും, ബോത്ത് പറഞ്ഞ രണ്ടുപേരും, ഫോട്ട്, പൊരുതി, ഷൈ, നാണക്കേടിന്. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കുക. ഓഫ് ഡെത്ത്, മരണം. ഡിസൈഡ് ടു ഗോ, ഞങ്ങൾ തീരുമാനിച്ചു പോകാൻ. ഡിസൈഡ് ടു ഗോ എന്ത്, രാംജി മന്ദിർ, തൊട്ടപ്പുറത്ത് ഒരു രാമൻ്റെ ക്ഷേത്രമുണ്ട്, അവിടെ പോവുക. ടു കമ്പോസ് അവർ സെൽഫ്, നമ്മൾ സ്വയം ചെന്നിട്ട് സഷ്ടാംഗം ക്ഷമാപണമൊക്കെ നടത്തുക. ആൻഡ് ടു ഡിസ്മിസ് ദ തോട്ട് ഓഫ് സൂയിസൈഡ്, ഈ ആത്മഹത്യ എന്നുള്ള ചിന്ത അപ്പടെ ആണ് ഒഴിവാക്കാൻ തീരുമാനിച്ചു ഞങ്ങൾ. അങ്ങനെ ഇതാണ് ഗാന്ധി ചെയ്ത ഒരു കുറ്റകൃത്യം. എന്താണ്? സിഗരറ്റ് വലിക്കാൻ അതിയായ താല്പര്യമുള്ള ഗാന്ധിയും കൂട്ടുകാരനും പൈസ കട്ടെടുക്കാൻ തുടങ്ങി അല്ലേ? അതൊന്നും പോരാ, ഇനി അതൊരു ശരിയല്ല, കൂടുതൽ പൈസ കിട്ടുകയില്ല, ആ വീട്ടിൽ സ്വാതന്ത്ര്യവും ഇല്ല, അങ്ങനെയാണ് പിന്നെ ആത്മഹത്യ ചെയ്താൽ എന്താ എന്ന് ഗാന്ധിജി ചിന്തിച്ചു. അതാണ് നമ്മുടെ പാഠത്തിൻ്റെ ഹെഡിങ്ങിൽ ആദ്യത്തെ സ്റ്റീലിംഗ് എന്ന് പറഞ്ഞത്.
നെക്സ്റ്റ് പാര. ഐ റിയലൈസ്ഡ്, ഞാൻ മനസ്സിലാക്കി, ദാറ്റ് ഇറ്റ് വാസ് നോട്ട് ഈസി, ഇത് അത്ര എളുപ്പമൊന്നുമല്ല ടു കമ്മിറ്റ് സൂയിസൈഡ്, ഈ ആത്മഹത്യ വരുത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ എളുപ്പത്തിൽ ആത്മഹത്യ ചെയ്യാൻ പറ്റുമോ? ഗാന്ധി മനസ്സിലാക്കി. റിയലൈസ് മീൻ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ് വാസ് നോട്ട് ഈസി ടു കമ്മിറ്റ് സൂയിസൈഡ്, ആത്മഹത്യ ചെയ്യാൻ അത്ര എളുപ്പമൊന്നുമല്ല. ടു തിങ്ക് അബൌട്ട് ഇറ്റ്, അത് ചിന്തിക്കുന്ന പോലെ അല്ലേ. ആത്മഹത്യ ചെയ്യാനൊക്കെ എല്ലാം ചിന്തിക്കാറുണ്ട്, പക്ഷേ എന്താണ്, പുഴയിൽ മുങ്ങി ചാടാൻ അല്ലെങ്കിൽ ചാവാൻ പോകാൻ നീർക്കോലിന്, അല്ലെങ്കിൽ കുളത്തിൽ മുങ്ങി ചാവാൻ പോയവന് നീർക്കോലിനെ കണ്ട് തിരിച്ചു പോകുന്ന കഥയൊക്കെ നമ്മൾ കണ്ടില്ലേ. ചാവാൻ പോകണ എന്തിനാണ് നീർക്കോലിനെ പേടിക്കുന്നത്? അപ്പോൾ അതുപോലെ ചിലർക്ക് അങ്ങ് ചാവാന്നൊക്കെ തോന്നും, പക്ഷെ അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല എന്ന് ഞാൻ മനസ്സിലാക്കി. എന്നിട്ടോ ദ തോട്ട് ഓഫ് സൂയിസൈഡ്, അന്നോട്ട് സൂയിസൈഡ്, ആത്മഹത്യ എന്നുള്ള ചിന്ത തന്നെ അൾട്ടിമേറ്റ്ലി, അന്തിമമായിട്ട്, റിസൾട്ടഡ് ഇൻ ബോത്ത്, ഞങ്ങൾ രണ്ടുപേരിലും ബിഡിങ് ഗുഡ് ബൈ, ഞങ്ങൾ ടാറ്റ പറഞ്ഞു. ആരോട്? ആത്മഹത്യയോട്. ആത്മഹത്യയെ ഗുഡ് ബൈ, ഞങ്ങളില്ല കേട്ടോ ഇനി ആത്മഹത്യ ചെയ്യാൻ. ദ ഹാബിറ്റ് ഓഫ് സ്മോക്കിംഗ് സ്റ്റബ് സിഗരറ്റ് ആൻഡ് സീലിംഗ് സർവൻ കോപ്പേഴ്സ് ഫോർ ദ പർപ്പസ് ഓഫ് സ്മീക്കിംഗ്, ഇനി മേലിൽ ഞങ്ങൾ ഒരിക്കലും വേലക്കാരുടെ പോക്കറ്റിൽ നിന്ന് ചെമ്പ് നാണയങ്ങൾ, കോപ്പർ എന്ന് പറഞ്ഞാൽ ചെമ്പ്, നമ്മുടെ കൊമ്പ് എന്ന് പറഞ്ഞാൽ ചെമ്പ് നാണയങ്ങൾ, വെള്ളി നാണയങ്ങളൊക്കെ ആയിരുന്നു അക്കാലത്ത്. ഇനി ഒരിക്കലും ഞങ്ങൾ ഈ നാണയങ്ങൾ മോഷ്ടിച്ച് ഞങ്ങൾ ഇനി ഒരിക്കലും പുകവലിയിൽ അഡിക്റ്റ് ആവില്ല എന്നും, ഞങ്ങൾ ആത്മഹത്യക്കില്ല ആത്മഹത്യയെ എന്ന് ആത്മഹത്യയോട് വിട പറഞ്ഞു, ഗുഡ് ബൈ പറഞ്ഞു എന്നാണ് ഗാന്ധി പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഭാഗം നമ്മുടെ ഈ പാഠത്തിൻ്റെ. ഓക്കെ, ഈ അടുത്ത ഭാഗം നിങ്ങൾക്ക് മനസ്സിലായിരിക്കും എന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇതേ പാഠത്തിൻ്റെ നമുക്ക് കാണാം. അപ്പോൾ ഇതിൻ്റെ തുടർഭാഗം നിങ്ങൾക്ക് ലഭിക്കുന്നതാണെങ്കിൽ PVN ഗ്ലോബൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ പാർട്ട് 2 നിങ്ങൾക്ക് അടുത്ത വീഡിയോയിലായിട്ട് കിട്ടും. ഒരു വീഡിയോ ഒന്നിച്ച് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് കേൾക്കാൻ അസൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക, പാഠങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. 10ാം ക്ലാസ് SLCക്കാർക്ക് ഇംഗ്ലീഷ് ബേസ് ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ പാഠങ്ങൾ സശ്രദ്ധം കേൾക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ PVN ഗ്ലോബലുമായി കോൺടാക്റ്റ് ചെയ്യാം. കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ 9387801833 ആണ്. ഓക്കെ, അതിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ സംശയങ്ങളോ പിന്നെ NSയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഗൂഗിൾ മീറ്റ് ക്ലാസ് നടത്തി കൊടുക്കുന്നുണ്ട്. അതേമാതിരി രജിസ്ട്രേഷനും സംബന്ധമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പുതിയത് ചേരാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് PVN ഗ്ലോബലിലൂടെ വന്നാൽ നിങ്ങൾക്ക് +2 ചേരണമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും. അതിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തു തരും. അപ്പോൾ ഓക്കെ, വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ. ഗുഡ് ബൈ.